ആദ്യം കരുതിയത് സ്വാഭാവിക മരണമെന്ന്, പിന്നാലെ ശരീരത്തിലെ പരിക്കുകൾ കണ്ടതോടെ കൊലപാതകമെന്ന സംശയത്തിലെത്തി. സ്വർണ്ണാഭരണങ്ങൾ കാണാതായതോടെ മോഷണത്തിനിടെ നടന്ന കൊലപാതകമെന്ന് കരുതി. ഇപ്പോഴിതാ ആഭരണങ്ങൾ വീട്ടുപരിസരത്തു നിന്ന് കിട്ടി. അപ്പോൾ പിന്നെ 85-കാരിയെ കൊലപ്പെടുത്തിയ കാരണം എന്താണ്? വയനാട് വെണ്ണിയോട്ടെ ഫാത്തിമ കൊലക്കേസിൽ 48 മണിക്കൂറിനിപ്പുറവും കൊലയാളിയെ കുറിച്ച് സൂചനകളില്ല. അന്വേഷണം വേഗത്തിൽ പുരോഗമിക്കുന്നുവെന്ന് മാത്രം പോലീസ് പറയുന്നുമുണ്ട്. കോട്ടത്തറ പഞ്ചായത്തിലെ വൈപ്പിടി, ആളുകൾ ശാന്തമായി ജീവിക്കുന്ന ഗ്രാമപ്രദേശം. അവിടെയാണ് ജനങ്ങളെ ഞെട്ടിച്ച കൊലപാതകം നടന്നത്. കുന്നിൻചെരുവിലെ ചെറിയ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന ഫാത്തിമ എന്ന സ്ത്രീയാണ് അതിദാരുണമായ രീതിയിൽ കൊല്ലപ്പെട്ടത്. മക്കളുടെ വീടുകളിൽ മാറി മാറി താമസിക്കാറുള്ള ഫാത്തിമ സംഭവ ദിവസം രാവിലെയാണ് വൈപ്പിടിയിലെ സ്വന്തം വീട്ടിലെത്തിയത്. അടുത്തു തന്നെയുള്ള ഇളയ മകൻ വൈകിട്ട് ഉമ്മയെ അന്വേഷിച്ചെത്തിയപ്പോഴാണ് വീട്ടുവരാന്തയിൽ മലർന്നു കിടക്കുന്ന നിലയിൽ കണ്ടത്. അടുത്തെത്തിയപ്പോഴാണ് ഉമ്മയ്ക്ക് അനക്കമില്ലെന്ന് മകന് മനസ്സിലായത്. ഉടൻ തന്നെ ബഹളം വെച്ച നാട്ടുകാരെ കൂട്ടി. അയൽവാസികളൊക്കെ എത്തുമ്പോൾ ഏകദേശം ഇവൻ തന്നെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഉമ്മനെ എടുത്ത് അകത്ത് കിടത്തി. പിന്നെ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് പോയി. സ്വർണം ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. മാല പൊട്ടിയിട്ട് വരാന്തയിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു കമ്മൽ പിന്നെ മിറ്റത്തുണ്ടായിരുന്നു, കൊണ്ടുപോയിട്ടില്ല. പിന്നെ ബാക്കി വളയും മറ്റുള്ള സാധനങ്ങളൊക്കെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. മോഷണത്തിൻ്റെതൊരു ഭാഗമല്ല, അതിൻ്റെ ഒരു ഇത് കണ്ടിട്ട് മോഷണമല്ല എന്നുള്ളതാണ് തോന്നുന്നത്. പിന്നെ അന്നേരം തന്നെ അറിയിച്ചു. പിന്നെ പോലീസും എത്തി. അവർ ഊർജിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മുറിവുണ്ട്, പിന്നെ മുഖത്ത് ഒരു ചതവും പിന്നെ കരുവാളിച്ച ഇതും ഉണ്ടായിരുന്നു. വീട്ടിലെ സാഹചര്യം നന്നായി അറിയുന്ന ആരോ ആണ് പ്രതിയെന്നാണ് പ്രാഥമികമായി പോലീസ് വിലയിരുത്തുന്നത്. ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും ഫാത്തിമയുടെ വീട്ടിലെത്തി പരിശോധന നടത്തി. പോലീസ് ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി. വീട്ടിൽ നിന്നിറങ്ങിയ പോലീസ് നായ അല്പസമയം പ്രദേശത്തുകൂടെ ഓടി. എന്തായാലും എല്ലാ പഴുതും അടച്ചുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പ്രദേശത്താകെ പോലീസ് കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങൾ ശാന്തമായി കഴിയുന്ന ഒരു പ്രദേശത്ത് ഇത്തരമൊരു കൊലപാതകം നടന്നത് എല്ലാവരെയും ഞെട്ടിച്ചു. എന്തായാലും എത്രയും പെട്ടെന്ന് പ്രതിയെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസും നാട്ടുകാരും. വേണുവിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.